ഇന്നലെ UDF അംഗീകരിച്ച അബ്കാരി നയത്തിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഇന്ന് രാവിലെ എക്സൈസ് വകുപ്പ് മന്ത്രിയും ഞാനും കൂടി എക്സൈസ് നിയമ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. ടാക്സസ് സെക്രട്ടറി, എക്സൈസ് കമ്മീഷണർ, ലോ സെക്രട്ടറി അടക്കം ഉള്ള ഉയർന്ന ഉദ്യോഗസ്ഥര് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ പോളിസിക്ക് ഇന്ന് തന്നെ അംഗീകാരം കൊടുക്കും. ക്യാബിനറ്റിൽ റാറ്റിഫിക്കേഷന് വെക്കാനേ സാധിക്കൂ. കാരണം 27-നെ ഇനി ക്യാബിനറ്റ് ഉള്ളൂ. അതുകൊണ്ട് ഇന്നലത്തെ പോളിസി സംബന്ധിച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഫയല് എക്സൈസ് വകുപ്പ് മന്ത്രി വഴി എനിക്ക് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇന്ന് അംഗീകാരം കൊടുക്കും. 26-ാം തീയതി ഈ പോളിസി ഹൈക്കോടതിയെ അറിയിക്കും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന 312 ബാറുകൾ അത് ഈ വർഷം ലൈസൻസ് കൊടുത്ത സാഹചര്യത്തിൽ അത് നിർത്തലാക്കുന്ന നിയമപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. അതിന്റെ നിയമവശം പരിശോധിച്ചു. ഈ വർഷത്തെ അബ്കാരി നയത്തിന് വിധേയമായിട്ടാണ് അവർക്ക് ലൈസൻസ് പുതുക്കി കൊടുത്തത്. അതുകൊണ്ട് ഗവൺമെന്റിന് ഏതവസരത്തിലും അവരടച്ച ലൈസൻസ് ഫീസിൽ ശേഷിക്കുന്ന കാലഘട്ടത്തിലെ തുക തിരിച്ചു കൊടുത്തുകൊണ്ട് നിർത്തലാക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് എന്ന നിയമോപദേശം ഗവൺമെന്റിന് കിട്ടിക്കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ഉടനെ തന്നെ ഈ വർഷം തന്നെ അത് നിർത്തലാക്കുന്നതിനുള്ള തീരുമാനം എടുത്തു. ഓരോ വർഷവും 10% ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ്സ് നിർത്തലാക്കും എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അത് കൺസ്യൂമർ ഫെഡിന്റെ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. ബിവറേജസ് കോർപ്പറേഷന്റെ 338 ഔട്ട്ലെറ്റ്സ് ആണുള്ളത്. ഒരു വർഷത്തേക്ക് അത് 34 ഔട്ട്ലെറ്റ് ആയിട്ട് കണക്കിലെടുത്തു. 34. കൺസ്യൂമർ ഫെഡിന് 46 ഔട്ട്ലെറ്റ്സ് ആണുള്ളത്. ഒരു വർഷം നിർത്തലാക്കേണ്ടത് 5 എടുത്തു. 34, 5, 39 ഓരോ വർഷവും കുറയാൻ പോകുന്ന ഔട്ട്ലെറ്റ്സ്. ഈ വർഷം ഒക്ടോബർ 2 മുതൽ ഗാന്ധി ജയന്തി ദിനം മുതൽ ഈ ഔട്ട്ലെറ്റ്സ് നിർത്തലാക്കുന്നതാണ്. പിന്നെ അടുത്ത ഒരു പോളിസി ഉടനെ തീരുമാനം എടുക്കേണ്ടത് ഫ്രൈഡേയുടെ കാര്യമാണ്. ഞായറാഴ്ച ഫ്രൈഡേ ആക്കും എന്ന് പറഞ്ഞതാണ്. അത് ഒക്ടോബർ 2 ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ച മുതൽ ഫ്രൈഡേ ആയിരിക്കും. അതായത് ഒക്ടോബർ 5. ബോധവൽക്കരണത്തിന് 1%, ജോലി നഷ്ടപ്പെടുന്ന ജീവനക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടി 5% ബിവറേജസ് കോർപ്പറേഷന്റെ ആദായത്തിൽ നിന്ന് എടുക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ 2 ഫണ്ട് വേണ്ട, 1 ഫണ്ട് മതി ഇതിനെല്ലാം കൂടിയിട്ട്. കാരണം ഇത് കൂടാതെ വേറൊരു ഫണ്ട് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കളക്ട് ചെയ്യുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ വരുമാനത്തിൽ നിന്ന് എടുക്കുന്നത് ഒന്നാക്കാൻ തീരുമാനിച്ചു. അത് 5% സെസ് ഏർപ്പെടുത്തി പിരിക്കും. ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് എടുക്കും എന്ന് പറഞ്ഞ 6% എന്നുള്ളത് 5% ഇത് രണ്ടിനും കൂടെ ഒരു ഫണ്ടായി എക്സൈസ് ഇതിന്റെ കീഴിൽ വകുപ്പിന്റെ കീഴിൽ തന്നെ അത്
ഇതിന് പുറമെയാണ് ഒരു ഫണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും. അതായത് മലയാളികളായിട്ടുള്ള 334 ലക്ഷം ജനങ്ങളിൽ നിന്നും സംഭാവന വാങ്ങിക്കൊണ്ട് രൂപീകരിക്കുന്ന ഫണ്ട്. അത് കേരള ആൽക്കഹോൾ എഡ്യൂക്കേഷൻ റിസർച്ച് റീഹാബിലിറ്റേഷൻ ആൻഡ് കോമ്പൻസേഷൻ ഫണ്ട്. പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവന വാങ്ങിക്കൊണ്ടുള്ള ഫണ്ടാണ്. അതും എക്സൈസ് വകുപ്പിന്റെ കീഴിൽ ഉള്ള ഫണ്ടായിട്ട് വെച്ച് അത് സെപ്പറേറ്റ് ആയിട്ട് ട്രഷറിയിൽ സൂക്ഷിച്ച്